എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ബത്തയിൽ തന്നെയുള്ള അസീസ് രാജാവിൻ്റെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ ഹിസ്റ്റോറിക്കൽ സെൻറ്റർ. ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പോകുന്നത്, എൻ്റെ സുഹൃത്തുകൂടി ഉണ്ട് ഹക്കീം. ഹക്കീമേ, നമ്മളെന്തായാലും ഓരോ പ്രോട്ടോക്കോളും കാര്യങ്ങളും അനുസരിച്ചിട്ട് നമ്മളെന്തായാലും മാസ്കും സാനിറ്റൈസറും പാലിച്ചിട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ മാക്സിമം നമ്മൾ ആളുകളുള്ള സ്ഥലത്തുനിന്ന് മാക്സിമം വിട്ട് നിന്നിട്ട് 1 മീറ്റർ ഗ്യാപ്പ് എന്തായാലും ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ 400 മീറ്റർ. സാധാരണ ഈ സമയത്തെല്ലാം ചൂടാട്ടോ ഉണ്ടാവാറ്. തണുപ്പ് സീസണാണ് ഇപ്പോൾ, എങ്കിലും ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ചൂടായിരുന്നു. ഇപ്പോൾ ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ പെയ്തു, മൊത്തത്തിലൊന്ന് തണുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. ഞങ്ങളിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോവാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അവിടെ കയറാൻ പറ്റുമോ, കൊറോണ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയാലേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. മാക്സിമം ഉള്ളിൽ കയറാൻ നോക്കും. പറ്റിയില്ലാണ്ടെങ്കിൽ മാത്രം നമ്മൾ തിരിച്ചു വരും കേട്ടോ. എന്തായാലും നമ്മൾ കയറും, ഉറപ്പാണ്. അപ്പോൾ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. വാടാ. അപ്പോൾ അതെ, നമ്മളവിടുന്ന് നടന്ന് കുറച്ചും ഇങ്ങോട്ട് എത്തിയിട്ടോ. നമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഉറാബിൻ്റെയും ബത്തൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട്. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ബത്തൻ്റെ വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മൾ ബത്തയിലുള്ള ബത്ത സെൻറ്ററിലുള്ള മെയിൻ മെട്രോ സ്റ്റേഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടടുത്താട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ ഈ സൈഡിൽ കാണുന്നതൊക്കെ മെട്രോ സിറ്റിൻ്റെ ഒരു ഭാഗം കേട്ടോ. അവിടുത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരിക്കും. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല. നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് മ്യൂസിയത്തിൽ എത്തിയാൽ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറാനുള്ള പരിപാടി നോക്കണം കേട്ടോ. അപ്പം എന്തായാലും നമ്മളിവിടെ അധികം സമയം ചിലവഴിക്കുന്നില്ല. മെട്രോ സ്റ്റേഷനിൽ കണ്ടില്ലേ. അപ്പോൾ ബത്ത ഏരിയൊക്കെ ഈ ഭാഗത്തേക്കാണ് കിടക്കുന്നത്. ഉറാബിയൊക്കെ ഈ ബാക്ക് സൈഡിലാണ് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ കുറേ കൂടെ നടന്നപ്പോൾ മറ്റൊരു പാർക്കുണ്ട് കേട്ടോ. ഈ ഉള്ളിൽ കാണുന്നത് വേറൊരു അടിപൊളി പാർക്കാണ്. എന്തായാലും നമുക്കൊരു ദിവസം കൂടി വരണം. അടിപൊളിയുണ്ട് അല്ലേ ഉള്ളിൽ, അടിപൊളി പാർക്കാട്ടോ. ഒരു ദിവസം നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യണം. പാർക്ക് നമുക്ക് പോകേണ്ടത് ഈ സൈഡിലേക്കാണ്. ഈ സൈഡിലാണ് നമ്മളെ ലൊക്കേഷൻ കാണിക്കുന്നത്. നമുക്ക് ഈ റൂട്ടൊന്നും കറക്റ്റ് അറിയത്തില്ല കേട്ടോ. നമുക്കെന്തായാലും അപ്പുറം സൈഡിൽ കടന്നിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ ഫോട്ടോസൊക്കെ എടുത്തിങ്ങനെ നടക്കുന്നുണ്ട്. ഫുള്ളൊരു പച്ചപ്പ് കിട്ടോ, നല്ല അടിപൊളി വ്യൂ. നമ്മൾ നാട്ടിലേക്ക് പോയാൽ ഈ സരോവരത്തും അതുപോലെ തന്നെ കൊച്ചിയിൽ മറൈൻ ഡ്രൈവിലൊക്കെ നടക്കുന്നൊരു ഫീൽ കിട്ടും. ഇതിൽ നടക്കുമ്പോൾ ഫുള്ള് പച്ചപ്പും. ഇവിടെ നമ്മളുള്ള കാഴ്ച ഉണ്ടോ, മുകളിലൊക്കെ മരങ്ങളും, നല്ല അടിപൊളി വ്യൂ കിട്ടോ. അങ്ങനെ പറഞ്ഞില്ലേ, ഇതാണ് നമ്മളെ മറ്റേ പാർക്ക്. ഇതിൻ്റെ ഉള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. സംഭവം നൈസാണ്, പൊളി പൊളി ഫുൾ സെറ്റപ്പാണ് അതിൻ്റെ ഉള്ളിൽ. വാ വാ. എന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിച്ച നമ്മൾ പാർക്കിലേക്ക് ഇപ്പോൾ പോകട്ടോ. ഇവിടെ നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം വന്നിട്ട് ഇവിടുത്തെ വീഡിയോ ഒക്കെ ചെയ്യണം. സംഭവം അടിപൊളി കേട്ടോ, നൈസാണ്. നമുക്ക് പോകേണ്ടതാ ആ സൈഡിലാണ്. അപ്പോൾ അതെ, നമ്മളിവിടെ എത്തിയിട്ടോ. ഇവിടെ എത്തി ചെറുതായിട്ട് നൈസായിട്ട് പണി പാളി. ഒന്നുമില്ല, ഇവിടെ ചുറ്റിലും കാണാനൊക്കെ അടിപൊളി നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഇവിടുത്തെ വെളിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ടുപോകാം. സംഭവം നൈസാണ്. ഇതുണ്ടോ, ഇവിടെ എന്തൊരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടോ, എന്താണെന്ന് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. ഫുള്ള് ഈ സമയത്ത് ഈ ഫാമിലീസ് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ അന്വേഷിച്ച് നോക്കി, വീഡിയോ എടുക്കുന്ന പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നോക്കി. അപ്പോൾ എന്തായാലും സ്ത്രീകളുടെ വീഡിയോസ് ഒന്നും എടുക്കാൻ നിൽക്കേണ്ടതെന്ന് പറയുന്നത് മാലേഷ്. എന്തായാലും നമ്മൾ സ്ത്രീകളുടെ വീഡിയോ എടുക്കാനും പോകുന്നില്ല. നമ്മളിവിടെ വന്നത് ഇവിടുത്തെ ഈ സ്ഥലങ്ങളും ഇവിടുത്തെ ഈ കാഴ്ചകളും കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ചുറ്റി കാണാം കേട്ടോ. അപ്പോൾ ഹക്കീം അവിടെ പോയിട്ട് ആളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കേട്ടോ. ഇത് 1963 60 സമയങ്ങളിൽ ഉണ്ടാക്കിയാന്ന് കേട്ടോ പറയുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് അന്വേഷിച്ച് നോക്കണം. ഇവിടെ ഇപ്പോൾ ഇനി എന്താണ് മ്യൂസിക് ഓപ്പൺ ആവാന്നുള്ള കറക്റ്റ് നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇവിടെ ഫാമിലീസൊക്കെ വന്നിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അതിൻ്റെ അർത്ഥം
ഇവനോട് ഇരുന്നിട്ട് ഇതിന്റെ അറബിക്ക് വായിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ അർത്ഥം അവൻ അറിയുമെന്നുള്ള നമുക്ക് അറിയില്ല. മറ്റേ ഇതിന്റെ അർത്ഥം അറിയോ? പറഞ്ഞുതരാം. മക്ക മദീനയിലെ ഹാദിമും രാജാവുമായ ഫഹദ് ബിൻ അബ്ദുൽ അസീസാണ് 1419 ഷവ്വാൽ മാസം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ പാർക്ക് തുടങ്ങി വെച്ചത്, ഉദ്ഘാടനം ചെയ്തത് എന്നാണ് ഇതിൽ പറഞ്ഞിട്ട്. കണ്ടോ, അവൻ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, കുറേ വിവരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് സംഭവം വേറെ ലെവലാട്ടോ. ഇത്തലക്കുന്ന അത്തലക്ക വരെ ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട്. അത്രയും ഏരിയയിൽ ഫാമിലീസ് ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്, കൂടുതലായിട്ടും സൗദികൾ തന്നെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലൊരു മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവം കാര്യങ്ങളൊക്കെ കറക്റ്റ് ഇതിൽ എഴുതിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്കിതൊന്നും നോക്കിയിട്ടൊന്നും മനസ്സിലാവണമെന്നില്ല. എന്തൊക്കെയോ സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, അതൊക്കെ ഇതിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് മക്കളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ എടുക്കാൻ കണ്ടിട്ട്. ഏതാ വീഡിയോ എടുക്കാനാ? ഇതെന്താ മനസ്സിലായോ? ഇതിൻ്റെ ഉള്ളിൽ ഒരു കിണർ പോലെ എന്തൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ ഒക്കെ എന്തൊക്കെ പരിപാടി ഇതിൻ്റെ ഉള്ളിലും ഉണ്ട്. നമുക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റിന് അല്ലേ ഹക്കീമ, ഒരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് വന്നിരിക്കാനും ഒരു റിലാക്സേഷനൊക്കെ വേണ്ടിയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. ഇത് സംഭവം സെറ്റാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞങ്ങൾ ഏകദേശം 4 മണിക്ക് ഇവിടെ എത്തണം എന്നുള്ള രീതിയിലാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയിട്ടുണ്ടോ? 3:30 ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ റൂമിൽ നിന്ന്. അവിടുന്ന് ഞങ്ങൾ വണ്ടി വിളിച്ച് വരണം എന്നായിരുന്നു വിചാരിച്ചത്, ടാക്സിക്ക്. പക്ഷേ നമ്മൾ മാപ്പിൽ നോക്കുമ്പം 1 കിലോമീറ്ററും 400 മീറ്ററും ഉള്ളൂ. പിന്നെ എന്തിനാ നമ്മൾ വെറുതെ കൊണ്ടുപോയി 10 രൂപ കളയുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് മാപ്പ് ഓണാക്കിയിട്ട് അവിടെ നിന്ന് നടന്നു വന്നാട്ടോ. സംഭവം എളുപ്പമാണ്, അധികം ദൂരമൊന്നുമില്ല, ഇവിടെ തൊട്ടടുത്ത് തന്നെ. അപ്പോൾ ഒരു ബയ്യോടെ വന്നിട്ട് നമ്മളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പറഞ്ഞത് ഇതാണ്, നമ്മൾ തൊട്ടടുത്ത് തന്നെ, ബത്തയുടെ തൊട്ടടുത്ത് തന്നെ ഈ പ്ലേസ് കിടക്കുന്നു കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ബയ്യൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. ആൾ പാകിസ്ഥാനല്ല കേട്ടോ, ആൾ UP-യിലുള്ള ആളാണ്, ഉത്തർപ്രദേശിലുള്ള ആളാണ്. ആളൊക്കെ ആയിട്ട് കമ്പനി, ആളിവിടെ തൊട്ടടുത്ത് ഹൗസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പം മാഡത്തിന് കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞത്. അപ്പോൾ ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇവിടെ ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. ആൾക്കും കറക്റ്റായിട്ട് അറിയുന്നില്ല കേട്ടോ, ആളും ഇവിടെ ഫസ്റ്റ് ടൈമാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സെക്യൂരിറ്റി ഒന്ന് നമ്മൾ ചോദിച്ചു, മ്യൂസിയം ഒന്ന് ഓപ്പൺ ആക്കുമെന്ന് വെച്ചപ്പോൾ ആൾ പറഞ്ഞത് പറയാൻ പറ്റൂല, കൊറോണയുടെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മ്യൂസിയം ഇപ്പോൾ തൽക്കാലത്തിന് ഓപ്പൺ അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സെറ്റപ്പൊക്കെ ഉണ്ട്, ഒന്ന് കയറി നോക്കാം. ചിലപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല, ഇനി വല്ല പ്രശ്നങ്ങളും ഉണ്ടാവുമോ ഉള്ളിൽ കയറിയാലൊന്നും അറിയില്ല. എന്താ ഇതിൻ്റെ ഉള്ളിലൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ. വേണ്ട, അതിൻ്റെ ഉള്ളിൽ പോകണ്ട, അവിടെ പോവാ. അവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല, അവിടെ കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. ഇനി അവിടെ പോയിട്ട് സീനാക്കണം. ഇതിൻ്റെ ഉള്ളിൽ എൻട്രൻസിൽ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, പണ്ട് യൂസ് ചെയ്തിരുന്ന മെഷീൻസ്. റിയാദിൽ കാറ് വാങ്ങുന്നത് 1310 കേട്ടില്ലേ, 1210 ഹിജ്റ 1210 ഇവർ കാറ് മേടിക്കുന്നത്. കാറിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് അറിഞ്ഞിട്ട് കാർ വാങ്ങിയതാണെന്ന് പറയുന്നത്. അടിപൊളിയിട്ട് ഒരു രക്ഷയില്ല. ഇതുണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള വണ്ടികളുണ്ട് നിങ്ങൾ, പക്ഷെ ഇതൊന്നും ഓപ്പൺ അല്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഈ മ്യൂസിയത്തിൻ്റെ ബാക്കിയാണ് ഇതിൻ്റെ ഉള്ളിലാണെന്ന് പറഞ്ഞത്. ഓരോ ബിൽഡിങ്ങിലായിട്ട് ഓരോ സംഭവങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വണ്ടികളെ സെക്ഷനാട്ടോ, പക്ഷേ ഒന്നും ഓപ്പൺ അല്ല. നമുക്ക് ജസ്റ്റ് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ കാണാനേ ഉള്ളൂ, ഉള്ളിൽ കയറാൻ എന്തായാലും പറ്റത്തുണ്ടാവില്ല, ഇപ്പോൾ ക്ലോസ്ഡാണ്. ഉള്ളിൽ നോക്കി ഉള്ളിൽ കയറിയ ഞങ്ങൾ മുതലായിട്ടോ. സത്യം പറഞ്ഞാൽ നമുക്ക് മിസ്സായി, കാരണം കൊറോണ പ്രശ്നങ്ങൾ ഇതൊക്കെ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ
കാഴ്ചകളൊന്നും അധികം കാണാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കാറും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് വരും കാണാമായിരുന്നു. പക്ഷേ അപ്പോൾ നമുക്ക് അതിന് പറ്റിയൊരു സാഹചര്യമല്ല. അതുപോലെ തന്നെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന കുറച്ച് മെറ്റൽസ് ഒക്കെ അവിടെ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റൂല. നമുക്ക് എന്തായാലും പിന്നെ ഒരു ദിവസം കൊണ്ട് വരാം. അല്ല അക്കിമേ? അപ്പോൾ ഞങ്ങളിതാ ഇതിൻ്റെ ഉള്ളിൽ കുറച്ചേരി ഇരിക്കാന്ന് വെച്ചിട്ടോ. നടന്നു പോയാണ്ടായി. ഇപ്പുറത്ത് നല്ല അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ നമുക്ക് പോകാം. മൊത്തത്തിൽ എങ്ങനെ ഉണ്ട് നമ്മളെ ഈ പാർക്ക്? അടിപൊളി പാർക്ക്. കുറച്ച് തള്ളിക്കോ? അല്ല, ഞാൻ തള്ളാറില്ല, പൊതുവേ ഞാൻ തള്ളാറില്ല. അത് സ്വയം പറയല്ലേ, ബാക്കിയുള്ള കേൾക്കുന്നവർക്കുള്ള മനസ്സിലുള്ളൂ ഈ തള്ളാണ്. തള്ളു പറഞ്ഞാൽ എനിക്ക് അറിയാത്ത വിഷയമാണ്. എനിക്ക് വേണമെങ്കിൽ ശ്രമിക്കാം എന്ന് മാത്രം. ഈ പറഞ്ഞതിൽ തന്നെ ഒരു തള്ളുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒന്നാമത്തെ നമുക്ക് ഇവിടുത്തെ ലാംഗ്വേജസ് അറിയണം. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇടപെടാം അല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനത്തെ ലാംഗ്വേജ് അറിയുന്ന ഒരാൾ വേണം. ഹിന്ദി, അറബി ഇതൊക്കെ എന്തായാലും അറിയണം. ആക്ച്വലി എനിക്കെല്ലാം അറിയാം, പക്ഷെ ഞാൻ പറയില്ല. ഇതാണ് പറഞ്ഞത്, തള്ളി. ഇവ തള്ളി തുടങ്ങിയ പിന്നെ തള്ളു നിർത്തൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്നുള്ളൊരു വ്യൂ നോക്കിയേ. ഫുള്ള് പച്ചപ്പും ഒരുപാട് ഫാമിലീസും ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ അത്ര ഒരു ഉയരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ താഴോട്ടുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം. ബത്തയിലെ പാർക്കിലെ മൊട്ടക്കുന്നില്ലേ? മൊട്ടക്കുന്ന് ബത്ത പാർക്കിലെ മൊട്ടക്കുന്ന്. അങ്ങനത്തെ നമ്മളെ വാട്ടർഫാളിൻ്റെ അടുത്തെത്തിട്ടോ. അതിൻ്റെ ഉള്ളിൽ കൂടി നടക്കുമോ? ഈ അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് അടിപൊളി വീഡിയോ എടുത്ത് തരും. നടക്കും, പക്ഷെ നനയും. ഇല്ല, നനയില്ല. അതിൻ്റെ ഉള്ളിൽ കൂടെ നനയുന്നു. അങ്ങോട്ട് നോക്കി ആ പാലത്തിന് മുമ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. കുറച്ച് തന്നെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ നടക്കാൻ. അപ്പോൾ നമ്മളെ ചെക്കന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും അവൻ വീടാൻ നല്ലൊരു വ്യൂ കിട്ടും. വെല്ലുവിളി സ്വീകരിച്ച് ചലഞ്ച് ഏറ്റെടുത്ത് പോകണോ? വേറെ ലെവൽ കേട്ടോ. ചെക്ക നനഞ്ഞ് വീട് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പൊളിയാ? അടിപൊളി. നല്ല തണുപ്പായിരിക്കില്ല ഉള്ളിൽ കൂടെ പോകുമ്പോൾ. വേറെ ലെവല്. എനിക്കും പോകണമെന്നുണ്ട്, പക്ഷേ വീഡിയോ എടുക്കുമോ കൂടെ ആയതുകൊണ്ട് എനിക്ക് പോകാൻ കയറി മടി കേട്ടോ. ഞങ്ങളെന്തായാലും ഈ പാർക്കിൽ വന്നില്ലെങ്കിൽ നമുക്ക് എന്തായാലും നഷ്ടമായി കേട്ടോ. അവിടെ ഉണ്ടോ ചെങ്ങാടൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളിങ്ങനെ കളിക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലീസും മക്കൾസും ഒക്കെ അവിടെ സെറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എടാ വല്ലപ്പോഴല്ലേ ഇത് കുളിക്കലുള്ളൂ. ഒന്ന് കുളിച്ചില്ലേ? കണ്ടോ? അല്ലെങ്കിൽ കുളിക്കാൻ മടിയുള്ളതാണ്. ഇപ്പോൾ ഇവിടെ വന്ന് കുളിച്ചപ്പോൾ അവന് ചൊറിച്ചിലാണ്. അത്ര ചൊറിച്ചില് കണ്ടോ? ഇതാണ് അവസ്ഥ. അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ കണ്ടത് വലിയ വെള്ളച്ചാട്ടം, ഇത് ചെറിയൊരു അരുവ് ഒഴുകണ പോലെ കേട്ടോ. സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അവിടെ വേറെ ടീംസ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഹെൽമെറ്റ് താങ്ക് യു. അപ്പോൾ എന്തായാലും നമുക്ക് ഏകദേശം ഇവിടുന്ന് ഇറങ്ങാൻ സമയം കേട്ടോ. ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പോവാം. ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇതുവരെ നമ്മളൊരു മലയാളീസിനെ കണ്ടിട്ടില്ല കേട്ടോ. ഫുള്ള് സൗദികളും ഹിന്ദിക്കാരും അതുപോലെ തന്നെ മിസിരി, ഫിലിപ്പീനി അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. മലയാളീസിനെ അവിടെ തീരെ കാണാനില്ല. എന്തോ മലയാളീസിനെ അറിയായിട്ടാണോ എന്തോ ഒന്നും അറിയില്ല. എന്തായാലും ബത്തയിലുള്ള ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ കൊണ്ട് വന്നിട്ട് കാണാൻ ശ്രമിക്കും കേട്ടോ. നല്ല അടിപൊളി വ്യൂ, അടിപൊളി കാഴ്ചയും ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി പാർക്കാണിത്. പാർക്ക് വിത്ത് മ്യൂസിയം. മ്യൂസിയം ഇപ്പോൾ കൊറോണ പ്രശ്നം കൊണ്ട് ഇപ്പോൾ ഓപ്പൺ അല്ല, നമ്മൾ ആദ്യം പറഞ്ഞു. എന്തായാലും നമുക്ക് പിന്നൊരു ദിവസം വരാൻ പറ്റുമോ നോക്കാം.
അപ്പോൾ ഏകദേശം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. എല്ലാം ഒന്നും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഏറെക്കുറെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കി മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരുപാട് നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും വരണം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നവരെ ഇപ്പോൾ തൽക്കാലം വരിക. അപ്പോൾ അതുവരേക്കും ബൈ.